ഹായ് ഫ്രണ്ട്സ്, ഇന്ന് മാമൻ എന്ന പുതിയ മൂവിയുടെ കഥ കേട്ടാലോ? കഥയുടെ തുടക്കം ഹീറോ കണ്ടുവെച്ച പെണ്ണിന്റെ വളകാച്ചിൽ ചടങ്ങാണ്. അതിനെല്ലാവരും വന്നിട്ടുണ്ട്. എന്നാൽ ഹീറോയുടെ ചേച്ചിക്ക് മാത്രം അതിന് സമ്മതമല്ലായിരുന്നു. കാരണം എന്താ, ഹീറോ സ്നേഹിച്ചിരുന്ന പെണ്ണായിരുന്നു അവൾ വേറൊരാളെ കല്യാണം കഴിച്ച് ഇപ്പോൾ ഗർഭിണിയായിട്ട് ഇപ്പോൾ ചടങ്ങുകൾ നടക്കുകയാണ്. അതുകൊണ്ടാണ് ചേച്ചിക്ക് ഇഷ്ടമില്ലാത്തത്. അതുമാത്രമല്ല, ചേച്ചി കല്യാണം കഴിച്ച് വർഷങ്ങളായിട്ടും കുട്ടികളില്ലാതെ ബുദ്ധിമുട്ടുകയാണ്. ഹീറോ ചേച്ചിയോട് പറയാണ്, ചേച്ചി പിണങ്ങാതെ ആ വളകാച്ചിൽ പരിപാടിക്ക് വേണ്ടി ചേച്ചി നിൽക്കണമെന്ന് പറയുന്നു. എന്നാൽ ചേച്ചിക്ക് ഒരു താല്പര്യവുമില്ല. ഇതേ സമയം അവിടെ അമ്മ വഴക്കുണ്ടാക്കുകയാണ്. അമ്മയുടെ അടുത്തേക്ക് ചേച്ചി ഓടി ചെല്ലുകയാണ്. ആ സമയത്താണ് ചേച്ചി ഛർദ്ദിക്കുകയാണ്. 10 വർഷത്തിന് ശേഷം ചേച്ചി ഗർഭിണിയായിരിക്കുന്നു. ഇതറിഞ്ഞ് ഇവരുടെ ഫാമിലി മൊത്തം സന്തോഷമാകുകയാണ്. ഈ ഒരു കാര്യം നടക്കുവാനായിട്ട് എല്ലാവരും നേർച്ചകൾ പോലും ചെയ്തിരുന്നു. ഇപ്പോൾ ചേച്ചിയെ കൊണ്ട് പരിശോധിക്കാനായിട്ട് ആശുപത്രിയിലേക്ക് വന്നേക്കുകയാണ്. ആശുപത്രി ചെല്ലുമ്പോൾ ഡോക്ടർ പറയുകയാണ്, ഇത് ഗർഭമാണെന്ന് പറയാൻ പറ്റില്ല, നമുക്ക് എന്തായാലും എന്ന് പരിശോധിച്ച് നോക്കണമെന്ന് പറയുകയാണ്. അങ്ങനെ പറയുമ്പോൾ അവിടെയുള്ളവർക്കെല്ലാം സങ്കടമാകുകയാണ്. മാമനും ഒരുപാട് സങ്കടമാകുകയാണ്. ചേച്ചിക്ക് ആവശ്യമുള്ള വെള്ളമൊക്കെ കുടിക്കണം, അതിനുശേഷം സ്കാനിങ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. അതേസമയമാണ് നമ്മുടെ ഹീറോയിനിയെ കാണിക്കുന്നത്. അതേ ആശുപത്രിയിൽ തന്നെയാണ് ഹീറോയിനി വർക്ക് ചെയ്യുന്നത്. അവിടെ വെച്ചാണ് ഹീറോ ഐശ്വര്യയെ അവിടെ വെച്ച് ആദ്യമായി കാണുന്നത്. ഹീറോയിനെ നോക്കുമ്പോൾ ഹീറോയ്ക്ക് ചേച്ചിയോടുള്ള സ്നേഹം കാണുമ്പോൾ തന്നെ ഐശ്വര്യയ്ക്ക് ഹീറോയോട് ചെറിയൊരു ഇഷ്ടം തോന്നുകയാണ്. സ്കാനിങ് കഴിഞ്ഞു, ഇനി റിപ്പോർട്ട് എന്ത് വരുമെന്നോർത്ത് അവരെല്ലാവരും ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് സ്കാൻ ചെയ്തതിൻ്റെ റിപ്പോർട്ട് വരുന്നത്. അത് ഐശ്വര്യയാണ് കൊണ്ടു കൊടുക്കുന്നത്. നിങ്ങളൊരു അമ്മയായെന്ന് അവൾ പറയാണ്. അത് കേൾക്കുമ്പോൾ എല്ലാവർക്കും സന്തോഷമാണ്. 10 മാസക്കാലം ഹീറോ ചേച്ചിയെ നല്ല രീതിയിൽ നോക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഹീറോയും ഹീറോയിനിയും തമ്മിൽ സ്നേഹമാകുകയും ചെയ്യുന്നു. ഇപ്പോൾ ചേച്ചിക്ക് ഒരു ആൺകുഞ്ഞ് ജനിച്ചിരിക്കുന്നു. ചേച്ചിയുടെ കുഞ്ഞിനെ ഞാൻ തന്നെ ഏറ്റുവാങ്ങുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഹീറോ നിൽക്കുന്നത്. പുക്കിൾക്കോട് ചുറ്റിയിട്ടാണ് കുട്ടി ജനിച്ചിരിക്കുന്നത്. അത് മാമന് ദോഷമാണെന്നാണ് അമ്മ പറയുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടിയെ കാണുവാനായി മാമന് പറ്റുന്നില്ല. അവൻ സങ്കടത്തോടെ അവിടെ നിൽക്കുകയാണ്. ആ സമയത്താണ് നായിക അങ്ങോട്ടേക്ക് വരുന്നത്. എന്ത് പറ്റി, നീ കുട്ടിയെ കണ്ടില്ലേ? അപ്പോഴാണ് അവൻ പറയുന്നത്, എനിക്ക് ദോഷമാണ് കുട്ടിയെ കണ്ടാൽ. അത് പണ്ടത്തെ ആൾക്കാർ ഓരോന്ന് പറഞ്ഞു വെച്ചിരിക്കുന്നല്ലേ, നീ അതൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവളാണെങ്കിൽ ആ കുട്ടിയെ കൊണ്ടുവന്ന് ഹീറോയുടെ കൈ കൊണ്ട് കൊടുക്കുകയാണ്. അവൻ ഒരുപാട് സന്തോഷിച്ചു. അതിനുശേഷം അവൻ ആ കുട്ടിയെ വളർത്തിയത്, അവൻ്റെ കൂടെ ആ കുട്ടിയെ കടത്തിയിരുന്നതും മാമൻ്റെ സ്വന്തം കുഞ്ഞിനെ പോലെയാണ് അവനെ കണ്ടത്. അവനെ ഒരുപാട് സ്നേഹിച്ചും ലാളിച്ചുമായിരുന്നു ഹീറോ അവനെ വളർത്തിയിരുന്നത്. മാമൻ തന്നെയാണ് അവനെ സ്കൂളിലേക്ക് കൊണ്ടുവരുന്നതും കൊണ്ടുപോകുന്നതും. ഒരു ദിവസം സ്കൂളിലാണെങ്കിൽ കുറച്ച് റൗഡികൾ വന്ന് അവിടുത്തെ കുട്ടികളെയും ടീച്ചർമാരെയും ഭീഷണിപ്പെടുത്തുകയാണ്. അതേ സമയത്താണ് ആ കുട്ടിയായ ലഡു അങ്ങോട്ടേക്ക് വരുന്നത്. അവനാണെങ്കിൽ പറയാണ്, നിങ്ങൾ ഇവിടുന്ന് പൊക്കോ, എൻ്റെ മാമൻ വന്നാൽ നിങ്ങളെ എല്ലാം ശരിയാക്കുമെന്ന് പറയുന്നു. എന്നാൽ ആ റൗഡികളാണെങ്കിൽ ആ ലഡുവിൻ്റെ തലയിൽ ഒരു കൊട്ട് കൊട്ടിയിട്ട് അവിടുന്ന് പോവുകയാണ്. അപ്പോൾ അവന് സങ്കടമാകുന്നു. അവൻ ഒരു കൊട്ട് കെട്ടിയെന്ന് ഹീറോ അറിയുകയാണ്. അതുകൊണ്ട് തന്നെ അവന് ദേഷ്യമാകുകയാണ്. ആരെയും ഒന്നും ചെയ്യാത്ത ഹീറോ ചേച്ചിയുടെ മകന് വേണ്ടി റൗഡികളെല്ലാം അടിച്ച് ശരിയാക്കുകയാണ്. ലഡു ഇത് കണ്ടിട്ട് ഒരുപാട് സന്തോഷിക്കുകയാണ്. ലഡു മാമൻ്റെ കൂടെയാണ് കടക്കുന്നത്. നായകൻ്റെ നിന്ന് ഒരു ദിവസം പോലും ഈ കുട്ടി മാറി നിൽക്കുകയില്ല. ഹീറോ കല്യാണത്തിന്റെ കാര്യം അച്ഛനോട് പറയുകയും കല്യാണത്തിൽ സമ്മതിക്കുകയും ചെയ്യുന്നു. അവരുടെ കല്യാണം നടക്കുകയാണ്. അവരുടെ ഒരു ബന്ധു ലഡുവിനോട് വിളിച്ചു പറയുകയാണ്, നീ മാമ മാമ എന്ന് വിളിച്ച് നടക്കുകയല്ലേ, അവൾ കെട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിന്നെ മൈൻഡ് പോലും ചെയ്യില്ലെന്ന്. ഇത് കേൾക്കുമ്പോൾ അവൻ വാശിയിൽ ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയും നടുക്ക് വന്നിരിക്കുകയാണ്. മാമ, ഞാൻ അമ്മായിയെ ഞാൻ കെട്ടിക്കോളാം എന്ന് പറയുകയാണ്. ഇത് കേൾക്കുമ്പോൾ ഹീറോ പറയുന്നു, അത് പറ്റില്ല. അവൻ വാശി പിടിക്കുമ്പോൾ ഹീറോ പറയുന്നു, എങ്കിൽ ശരി, നീ ആണെങ്കിൽ അമ്മായിയുടെ കയ്യിൽ ഒരു ചെയിൻ ഇട്ട് കൊടുക്കുക, ആ സമയത്ത് ഞാൻ താലി കെട്ടിക്കൊള്ളാം എന്ന് പറയുന്നു. അങ്ങനെ തന്നെ അവൻ താലി കെട്ടുകയും അവൻ ചെയിൻ ഇടുകയും ചെയ്യുന്നു. ഇന്ന് ഹീറോയുടെ ആദ്യരാത്രിയിലാണ്. ലഡു പറയാണ്, ഞാൻ മാമൻ്റെ കൂടെ കടക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് വരികയാണ്. എന്നാൽ അവരെല്ലാം പിടിച്ചു മാറ്റുന്നുണ്ടെങ്കിലും ഇല്ല, എനിക്ക് മാമൻ്റെ കൂടെ ഇന്ന് കടക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നു. അവൻ്റെ മുറിയിലാണ് അന്നേ ദിവസം അവൻ കടന്നത്. ആദ്യം ഒരു തമാശയായിട്ടാണ് അവർ കരുതുന്നത്. അതിനുശേഷം അവർ അണിമൂണിന് പോകാൻ വേണ്ടി പോവുകയാണ്. ആ സമയം കുട്ടി പറയാണ്, ഞാനും നിങ്ങളൂടെ വരുമെന്ന്. ലഡുവിനോട് പറയാതെ നായകനും നായികയും കൂടി അവിടെ നിന്ന് ഇറങ്ങുകയാണ്. നായകന്റെ അമ്മയാണെങ്കിൽ, ലഡു നീ ഇങ്ങോട്ട് വന്നേ, മാമനാണെങ്കിൽ ദേ നാട്ടിലേക്ക് പോവുകയാണ്, മാമനൊരു ടാറ്റ പറ എന്ന് പറഞ്ഞുകൊണ്ട് അവനാണെങ്കിൽ അപ്പോൾ ഓടി വരികയാണ്. മാമ ഞാനും വരുമെന്ന് പറഞ്ഞ് തുടങ്ങി. അപ്പോഴോ അവരെല്ലാവരും പറഞ്ഞു, നീ പോകണ്ടെന്ന്. എങ്കിലും അവൻ സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവരാണെങ്കിൽ ആ പോക്ക് തന്നെ വേണ്ടെന്ന് വെച്ചു. ഇതൊന്നും നായികയ്ക്ക് ഒട്ടും പിടിക്കുന്നില്ല. അവളാണ് ഒരു ഘട്ടത്തിൽ ദേഷ്യപ്പെട്ട് അവളുടെ വീട്ടിലേക്ക് പോവുകയാണ്. അവളുടെ പിണക്കം മാറ്റാനായിട്ട് ഹീറോ ഫാമിലിയായിട്ട് അവളുടെ വീട്ടിലേക്ക് പോവുകയാണ്. അവൻ അവളോട് എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് കെഞ്ചി കാല് പിടിച്ച്
വെച്ച് അവളെ തിരിച്ചു കൊണ്ടുവരികയാണ്. അവർ വീട്ടിൽ വന്നതിന് ശേഷം പോലും ലഡു പറയുകയാണ് എനിക്കിന്ന് മാമൻ്റെ കൂടെ കിടക്കണമെന്ന്. ആ കുട്ടിയോട് അമ്മ എല്ലാവരും പറയുന്നുണ്ട് നീ അവിടെ കിടക്കണ്ട എന്ന്. എന്നാൽ ലഡു പറയാണ് ഇന്നൊരു ദിവസം മാത്രം ഞാൻ മാമൻ്റെ കൂടെ കടന്നോട്ടെ എന്ന്. അന്ന് അവൻ മാമൻ്റെ കൂടെയാണ് കടന്നത്. ഇതൊക്കെ നായിക നോക്കിയാണ്. നായകൻ ഒരു മാറ്റവുമില്ലെന്ന് അവൾ ചിന്തിക്കുന്നു. ലഡു കാരണം നായകന്റെയും നായികയുടെയും ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ടാകുന്നു. നായിക പറയാണ് കുട്ടിക്ക് ഹൈപ്പർ ആയിരിക്കും, അതുകൊണ്ടായിരിക്കും അവൻ ഇങ്ങനെയൊക്കെ പെരുമാറുന്നെന്ന്. ഇത് കേട്ട ഉടനെ അമ്മ പോയിട്ട് ചേച്ചിയോട് പറയുകയാണ് എൻ്റെ മോന് ഭ്രാന്താണെന്നാണോ അവൾ പറഞ്ഞു വരുന്നത്? എൻ്റെ മോന് ഒരു കുഴപ്പവുമില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞത് കൊണ്ട് തന്നെ നായികയെ ചേച്ചി വെറുക്കാൻ തുടങ്ങുന്നു. ഇന്ന് ലഡുവിൻ്റെ കാതുകുത്തൽ ചടങ്ങാണ് ഉള്ളത്. മാമൻ്റെ മടിയിലെത്തിയാണ് ലഡുവിന് കാതു കുത്തുന്നത്. എന്നാൽ അവൻ പറയാണ് എൻ്റെ കാത് കുത്തണ്ട, ആദ്യം മാമൻ്റെ കാത് കുത്തിയതിന് ശേഷം എൻ്റെ കാത് കുത്തിയാൽ മതി എന്ന് പറയുകയാണ്. അപ്പോൾ നായിക പറയുന്നു അത് ഭയങ്കര വൃത്തികേടായിരിക്കുമെന്ന്. അപ്പോൾ ചേച്ചി പറയാണ് ഒരു വൃത്തികേടുമില്ല, എൻ്റെ അനിയൻ ഞാൻ പറയുന്നത് കേൾക്കും, മര്യാദയ്ക്ക് നീ കാത് കുത്താനായി പറയാണ്. അതുപോലെ തന്നെ നായകൻ കാത് കുത്തുകയാണ്. ലഡുവും ഒരു കാത് കുത്തുകയാണ്. മറ്റേ കാത് കുത്തണമെങ്കിൽ മാമൻ മറ്റേ കാത് കുത്തണമെന്ന് പറയാണ്. നായിക പറയാണ് ഒരു കാത് കുത്തി തന്നെ വൃത്തികേടാണ്, രണ്ട് കാത് മാമൻ കുത്തിയാൽ ഭയങ്കര വൃത്തികേടാകും, അതുകൊണ്ട് തന്നെ നായകൻ കുത്തണ്ട എന്ന് പറയുകയാണ്. എന്നാലോ ചേച്ചി പറയാണ് എന്തായാലും കുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുകയാണ്. ലഡുവിന് വേണ്ടി മാമൻ രണ്ട് കാതുകളും കുത്തുകയാണ്. നായകനോട് പറയാണ് ഈ രണ്ട് കാത് കുത്തിയത് ഒരു ഭംഗിയില്ലെന്ന് പറയുകയാണ്. അതേസമയം ചേച്ചി വരികയാണ്. ചേച്ചി പറയാണ് ഈ കാത് കുത്തിയിട്ട് നല്ല ഭംഗിയുണ്ടെന്നാണ് ചേച്ചി പറയുന്നത്. നിന്റെ ഭാര്യ പറയുന്നത് കാത് കുത്തിയത് കൊള്ളില്ലെന്നാണോ? അവളുടെ സ്വഭാവം നിനക്കറിയാത്തത് കൊണ്ടാണ്. എൻ്റെ കുട്ടിക്ക് ഭ്രാന്താണെന്നാ നിന്റെ ഭാര്യ പറഞ്ഞത്, നീ നല്ല വഴക്ക് പറയണമെന്ന് പറയുകയാണ്. അപ്പോൾ നായിക പറയാണ് ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്, അവന് ഹൈപ്പർ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ മാത്രമാണ് പറഞ്ഞത്, അല്ലാതെ അവന് ഭ്രാന്താണെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. പക്ഷേ അതൊരു വലിയ പ്രശ്നമായി മാറുന്നു. കാതുകുത്തൽ പരിപാടിയെല്ലാം ഒരു വലിയ വഴക്കിൽ തന്നെയാണ് അവസാനിച്ചത്. നായകനും നായികയ്ക്കും ഇനി എന്ത് പറയണമെന്ന് പോലും അവർക്കറിയില്ല. ഇതേ സമയമാണ് നായികയ്ക്ക് മധുര ആശുപത്രിയിലേക്ക് സ്ഥലം മാറ്റലാകുകയാണ്. ഹീറോയ്ക്കാണെങ്കിൽ നായികയുടെ കൂടെ സ്ഥലം മാറി പോകുവാനായി താല്പര്യമില്ല, കുടുംബത്തോടെ ജീവിക്കാനാണ് അവന് താല്പര്യം. ഹീറോയെ നായികയുടെ അച്ഛൻ വിളിക്കുകയാണ്, നിങ്ങൾ കുറച്ച് ദിവസത്തേക്കിന് മധുരയിൽ പോയി താമസിക്കുക, എന്നാലേ ഈ പ്രശ്നങ്ങളൊക്കെ തീരുവുള്ളൂ എന്ന് പറയുന്നു. ഹീറോ അച്ഛനോട് പറയാണ് എല്ലാം ശരിയാകും, 2 വർഷം കഴിയുമ്പോൾ ഇവന് വിവരങ്ങളൊക്കെ വെക്കും, അപ്പോൾ അവൻ എന്നിൽ നിന്ന് അകന്നോളും എന്ന് പറയുന്നു. അപ്പോൾ അച്ഛൻ പറയാണ് നിന്നെ വിട്ട് അവൻ അകന്നു പോകില്ല, നിന്നോട് സ്നേഹം കൂടുകയുള്ളൂ. നിനക്കറിയാമോ അവൻ ജനിച്ചപ്പം തൊട്ട് നീ അവൻ്റെ കൂടെയാണ്, എന്നാലോ അവൻ്റെ അച്ഛനൊന്ന് എടുക്കുവാനോ ലാളിക്കാനോ പോലും പറ്റിയിട്ടില്ല. അവൻ്റെ അച്ഛനും ആഗ്രഹമില്ലേ അവനെ ഒന്ന് കൊഞ്ചിക്കണമെന്ന്, എന്നാൽ നിന്റെ പുറകെയാണ് അവൻ എപ്പോഴും. നീ എങ്ങോട്ടേലും ഒന്ന് മാറി നിന്നാൽ മാത്രമേ അവൻ്റെ അച്ഛൻ്റെ കൂടെ സന്തോഷത്തോടെ ഇരിക്കാനായി പറ്റുകയുള്ളെന്ന് പറയും. നായകനെയും നായികയെയും പറഞ്ഞു മനസ്സിലാക്കി അവരെ മധുരയിലേക്ക് പറഞ്ഞു വിടുകയാണ്. മാമൻ ഇവിടെ ഇല്ലെന്നറിയുമ്പോൾ ലഡു അവിടെ വഴക്കുണ്ടാക്കുകയാണ്. ലഡുവിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അവൻ്റെ അമ്മ അവനെ അടിക്കുകയാണ്. ഹീറോയും ഭാര്യയും പിണക്കമെല്ലാം മാറി അവിടെ വെച്ച് സ്നേഹിക്കുകയാണ്. അങ്ങനെ അവിടെ വെച്ച് തന്നെ അവരുടെ ഭാര്യ ഗർഭിണിയാകുകയാണ്. ഈ സന്തോഷ വാർത്ത ചേച്ചി വിളിച്ച് പറയുവാനായി ഹീറോ ആഗ്രഹിച്ചു. എന്നാൽ ഫോൺ വിളിച്ചിട്ടൊന്നും ചേച്ചി ഫോൺ എടുത്തില്ല. അതുകൊണ്ട് തന്നെ ഹീറോയാണെങ്കിൽ അമ്മയെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നു. അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമായി. അമ്മയോട് പറയാണ് ചോക്ലേറ്റ് പലഹാരവുമായി ചേച്ചിയോട് ഈ കാര്യം പറയണമെന്ന് പറയുന്നു. അത് പറയുവാനായിട്ട് അമ്മ അവരുടെ വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ പോകുമ്പോൾ അമ്മ ഞെട്ടുകയാണ്. ഹീറോയുടെ ഫോട്ടോയിൽ മാലയിട്ട് പൊട്ടും തൊട്ട് വെച്ചിരിക്കുന്നു. ഇത് കാണുമ്പോൾ അമ്മയ്ക്ക് സങ്കടമാകുന്നു. ചേച്ചി സങ്കടത്തോടെ പറയുകയാണ് അവൻ കുറച്ചുനാൾ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ കുട്ടിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. പെട്ടെന്ന് തന്നെ അവന് ഫിക്സ് വന്നു. അവനെ ആശുപത്രിയിൽ പോയപ്പോഴാണ് അവനോട് ഡോക്ടർ പറഞ്ഞത് അവൻ ഒരുപാട് സങ്കടപ്പെടാൻ പാടില്ല, അങ്ങനെ സങ്കടപ്പെട്ട അത് ആപത്താന്ന് പറഞ്ഞു. അവന് സങ്കടമുണ്ടാകാതിരിക്കാൻ അവൻ്റെ മാമൻ മരിച്ചു പോയെന്ന് ഞാൻ കള്ളം പറഞ്ഞു, അതുകൊണ്ട് മാത്രമാണ് അവൻ അടങ്ങിയിരിക്കുന്നത്. ഇത് അവൻ്റെ അമ്മയ്ക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ലായിരുന്നു. ഇത് അവനോട് വിളിച്ച് പറയുകയാണ്. ഹീറോ ഇത് കേൾക്കുമ്പോൾ വലിയ കാര്യമാക്കുന്നില്ല. നായികയോട് ഹീറോ പറയുന്നുമില്ല. അതിനുശേഷം കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഹീറോയുടെ കൂട്ടുകാരൻ്റെ കല്യാണമാണ്. അങ്ങോട്ടേക്ക് ഹീറോയിനിയെ കൂട്ടി അങ്ങോട്ടേക്ക് പോവുകയാണ്. അവിടെ വെച്ച് ചേച്ചിയും കുട്ടിയും ഉണ്ടായിരുന്നു. അവനെയാണെങ്കിൽ മാറി നിന്ന് കാണുകയാണ്. അടുത്ത് കാണാൻ പറ്റാത്തത് കൊണ്ട് അവന് സങ്കടമുണ്ട്. അവിടെ വെച്ച് തന്നെ നായികയാണെങ്കിൽ ഹീറോ മരിച്ച
മരിച്ചതായിട്ട് ഫോട്ടോ വെച്ച കാര്യമെല്ലാം അറിയുന്നു. അവൾക്കാണെങ്കിൽ ദേഷ്യമായിട്ട് എല്ലാവരുടെ മുന്നിൽ വെച്ച് തന്നെ ചേച്ചിയോട് വഴക്കുണ്ടാക്കുകയാണ്. ഇങ്ങനെയൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ നായികയാണെങ്കിൽ നായകനോട് പിണങ്ങി വീട്ടിലേക്ക് പോവുകയാണ്. അടുത്ത ദിവസം സ്കൂൾ വാനാണെങ്കിൽ ആക്സിഡന്റ് ഉണ്ടാകുകയാണ്. ലഡുവിന് ഗുരുതരാവസ്ഥയിൽ ഇപ്പോൾ ഐസിയുയിലാണ്. ഇതറിഞ്ഞ മാമനാണെങ്കിൽ ഓടി വരികയാണ്. അവനാണെങ്കിൽ ലഡുവിൻ്റെ അടുത്തേക്ക് വരുന്നു. ഹീറോയാണെങ്കിൽ അവനെ വിളിക്കുകയാണ്. പെട്ടെന്ന് ലഡു ചാടി എഴുന്നേൽക്കുകയാണ്. അവനാണെങ്കിൽ മാമനെ കെട്ടിപ്പിടിച്ച് മാമനെ കാണുവാനാണ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത്. അവൻ വിചാരിച്ചത് അവൻ മരിച്ചു പോയെന്നാണ്. മാമ, ഇങ്ങനെ ആക്സിഡന്റ് ഉണ്ടായിരുന്നെങ്കിൽ മാമനെ കാണുവാനും പറ്റിയിരുന്നെങ്കിൽ നേരത്തെ തന്നെ ഞാൻ എങ്ങനെയും മരിച്ച് ഇങ്ങോട്ട് മാമനെ കാണുവാൻ വന്നേനെ എന്ന് പറയുന്നു. മാമൻ പെട്ടെന്ന് തന്നെ സങ്കടത്തോടെ അവനെ പിടിച്ചിട്ട് പറയാണ്, ഞാൻ മരിച്ചിട്ടൊന്നും പോയില്ലടാ എന്ന് പറയുന്നു. പിന്നെ എന്തിനാ അമ്മ ഫോട്ടോയിൽ മാലയൊക്കെ ഇട്ടിട്ട് മാമൻ മരിച്ചു പോയെന്ന് പറഞ്ഞത്? മാമൻ പറയാണ്, അവരൊക്കെ ചുമ്മാ പറഞ്ഞാന്ന് പറയുന്നു. അതിനുശേഷം മാമൻ കുട്ടിയുമായി സന്തോഷത്തോടെ ഇരിക്കുകയായിരുന്നു. നായിക പ്രസവിച്ച് കുട്ടിയുണ്ടായെന്ന് അറിഞ്ഞപ്പോൾ ഹീറോ അങ്ങോട്ടേക്ക് പോവുകയാണ് കുടുംബത്തോടെ. എന്നാലോ അവൻ്റെ അച്ഛനാണെങ്കിൽ അങ്ങോട്ടേക്ക് കടത്തി വിടുന്നില്ല. നീ ആണെങ്കിൽ അവളുമായി പിണങ്ങിയതല്ലേ, നീ ഇനി കുട്ടിയെ കാണുവാൻ വരണ്ട എന്ന് പറയുന്നു. അവനാണെങ്കിൽ കുട്ടിയെ കാണുമെന്ന് പറഞ്ഞ് അവളുടെ അടുത്തേക്ക് പോവുകയാണ്. ലഡുവും ഓടി അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. അവൻ അങ്ങോട്ടേക്ക് ചെന്ന് നോക്കുമ്പോഴോ ഒരു കുട്ടിക്ക് പകരം 2 ഇരട്ട കുട്ടികളായിരുന്നു. ഇത് കാണുമ്പോൾ ലഡുവിന് ഒരുപാട് സന്തോഷമാക്കിയാണ്. അവൻ പറയാണ്, ഞാൻ നിങ്ങളെ കഥ പറഞ്ഞു ഉറക്കും, ഒരുപാട് ചോക്ലേറ്റും സമ്മാനങ്ങളും വാങ്ങിത്തരുമെന്നൊക്കെ പറയാണ്. ഇത് കാണുമ്പോൾ നായിക സങ്കടപ്പെട്ട് കരയുകയാണ്. നായകന്റെ കൂടെ ഒരിക്കലും ലഡു ഒന്നിച്ചു കൂടി ഉണ്ടാകല്ലേ എന്നാണ് നായിക പറഞ്ഞത്. അത് തെറ്റാണെന്ന് നായികയ്ക്ക് തോന്നുകയാണ്. നായകന് കുട്ടിയെ വന്ന് കാണുന്നു. അവനും ഹാപ്പിയാകുകയാണ്. അവനാണെങ്കിൽ നായികയുടെ കാലെ പിടിച്ചിട്ട് നീ അങ്ങോട്ടേക്ക് വരണമെന്ന് പറഞ്ഞ് മാപ്പ് പറയുന്നു. അപ്പോൾ നായികയ്ക്കും അങ്ങോട്ട് വരുവാനായി സമ്മതമായിരുന്നു. അതിനുശേഷം നായകനും നായികയും സന്തോഷത്തോടെ ജീവിക്കുന്നു കുടുംബമായി. ഇതോടെ ഈ സിനിമ അവസാനിക്കുകയാണ്. എൻ്റെ എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട.